ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നല്ലൊരു ഗ്യാപ്പ് അപ്പിലായിരുന്നു രാവിലെ ഓപ്പൺ ആയത്. പ്രത്യേകിച്ച് ആ ഒരു ഏഷ്യൻ മാർക്കറ്റിൻ്റെ സപ്പോർട്ടായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിലെതിരെ ഒരു നല്ലൊരു ഓപ്പണിങ്ങിന് കാരണം. SGX നിഫ്റ്റി നോക്കുകയാണെങ്കിലും രാവിലെ ഒരു 110 പോയിൻറ്റ്സിനടുത്തൊക്കെ ഒരു പോസിറ്റീവിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് കൂടി ഇന്ന് നിഫ്റ്റി നല്ലൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയി. 9376 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 9382 വരെ ഹൈ പോയി. അതേ തുടർന്ന് 9251 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. ഇന്ന് നോക്കുകയാണെങ്കിൽ പൊതുവേ ആ ഒരു മാർക്കറ്റ് രാവിലെ കണ്ട ആ ഒരു ഗെയിൻ നല്ലൊരു ഗെയിൻ ഉച്ചവരെ അത് മെയിൻറ്റെയിൻ ചെയ്തുവെങ്കിലും ഉച്ചയ്ക്ക് ശേഷം അത് ഡൗണിലേക്ക് വരികയാണ് ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെ ആ ഒരു മാർക്കറ്റ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്നൊരു റിലയൻസിൻ്റെ അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഇതിൻ്റെയൊക്കെ ഒരു സപ്പോർട്ട് കൂടിയായിരുന്നു നിഫ്റ്റി നല്ലൊരു പോസിറ്റീവിൽ നിന്നത്. പക്ഷേ ആ ഒരു കൊറോണ വൈറസിൻ്റെ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനത്തെയൊക്കെ അതുപോലെ തന്നെ വീക്ക് ഏർണിങ്സ് ഡാറ്റ അതെല്ലാം തുടർന്ന് മാർക്കറ്റ് പയ്യെ ഒരു നെഗറ്റീവിൽ ഇത് ഡൗണിലേക്ക് പോരുകയാണ് ഉണ്ടായത്. ഇനി ഇന്നത്തെ ഒരു സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ FMCG അതുപോലെ തന്നെ ഫാർമ ഈ ഒരു രണ്ട് സെക്ടറായിരുന്നു ഇന്നത്തെ ഒരു ബിഗസ്റ്റ് ഗെയിനേഴ്സായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ PSU ബാങ്കും ഓട്ടോ സെക്ടറും ആയിരുന്നു ഇന്നത്തെ ബിഗസ്റ്റ് ലോസേഴ്സിൻ്റെ വിഭാഗത്തിൽ വരുന്നത്. ഇനി ഇന്നത്തെ അഡ്വാൻസസ് ഡിക്ലൈൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50ൽ 22 സ്റ്റോക്കുകളായിരുന്നു അഡ്വാൻസസിലുണ്ടായിരുന്നത്, 28 സ്റ്റോക്കുകൾ ഡിക്ലൈനിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നിഫ്റ്റിയെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഡെയിലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നല്ലൊരു ബിയറിഷ് ക്യാൻഡിലാണ് ഇപ്പോൾ ഡെയിലി ചാർട്ടിൽ പ്ലോട്ട് ആയിരിക്കുന്നത്. അത് ഡെയിലി ചാർട്ടിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ വീക്കിലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിലും ഒരു നല്ലൊരു ബിയറിഷ് ക്യാൻഡിലാണ് ഇപ്പം ഈ ഒരു വീക്കിൽ മൊത്തത്തിൽ പ്ലോട്ടായിട്ട് നിൽക്കുന്നത്. അതായത് ആ കഴിഞ്ഞ വീക്കുകളിൽ കൊണ്ടുവന്ന ആ ഒരു ഗെയിൻ എല്ലാം അതിപ്പോൾ ഇറേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഡെയിലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ 9130 ആ ഒരു സപ്പോർട്ട് ഇപ്പോഴും നല്ലൊരു സപ്പോർട്ട് തന്നെയായിട്ടാണ് നിൽക്കുന്നത്. അത് ഇതുവരെയും ബ്രേക്ക് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ആകാത്തിടത്തോളം കാലം നമുക്ക് ഒരു നല്ലൊരു പ്രതീക്ഷകളോടെ നിൽക്കാം. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ആവുകയാണെങ്കിൽ ഒരു ഷോർട്ട് ഓപ്ഷനൊക്കെ പോകുന്നത് ആലോചിക്കാവുന്നതാണ് ട്രേഡിങ് സമയത്തൊക്കെ. അതല്ല, ഇനിയിപ്പോൾ ഒരു റെസിസ്റ്റൻസ് ലെവൽ നോക്കുകയാണെങ്കിൽ ഒരു 9390 ആ ഒരു റേഞ്ചിലാണ് നല്ലൊരു റെസിസ്റ്റൻസ് ലെവൽ നിൽക്കുന്നത്. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ചൊരു 9500 600 വരെയൊക്കെ മാർക്കറ്റ് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അടുത്തായിട്ട് നമുക്ക് പ്രതീക്ഷിക്കുക വകയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്ന ഒരു സ്റ്റിമുലസ് പാക്കേജാണ്. അപ്പോൾ ഇന്ന് വന്ന ന്യൂസ് റിപ്പോർട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റിമുലസ് പാക്കേജിൽ ഇപ്പോഴും അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത് എല്ലാ സെക്ടേഴ്സിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള രീതിയിൽ എല്ലാ സെക്ടേഴ്സിനെയും മുൻപന്തിലേക്ക് കൊണ്ടുവരാൻ പാകത്തിലുള്ള ഒരു സ്റ്റിമുലസ് പാക്കേജാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഇന്ന് ന്യൂസ് റിപ്പോർട്ടിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എന്ന് വരും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കിപ്പോഴും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ മാർക്കറ്റിലൊരു തിരിച്ചുവരവിനോ അല്ലെങ്കിൽ മാർക്കറ്റിനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ ഉള്ളൊരു പ്രധാന ന്യൂസ് അല്ലെങ്കിൽ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് സ്റ്റിമുലസ് പാക്കേജിൻ്റെ. ഇനി ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് പോസിറ്റീവിലാണ് ഇപ്പം ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മാർക്കറ്റിൽ എക്കണോമിക് റീഓപ്പണിങ്ങും അതുപോലെ തന്നെ ലോക്ക്ഡൗൺ റിലാക്സേഷനൊക്കെ കൊണ്ടുവരുന്നതും അതുമാത്രമല്ല US ചൈന ട്രേഡ് വാറിൻ്റെ അതിൻ്റെ ഒരു നെഗോഷിയേഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ട്രേഡ് വാറൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ഒരു പോസിറ്റീവ് ഹോപ്പ് നൽകുന്നു. ഇതൊക്കെ തുടർന്നാണ് US മാർക്കറ്റ് പോസിറ്റീവിൽ വന്നു നിൽക്കുന്നത്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ജോബ് ലോസ് ക്ലെയിംസ് എല്ലാം ഇപ്പോൾ റെക്കോർഡ് ഹൈയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രതീക്ഷ നൽകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കോണമിയൊക്കെ റീഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ജോബ്ലെസ് ക്ലെയിംസൊക്കെ അത് കുറയും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ അതൊരു വലിയൊരു എഫക്റ്റ് ഉണ്ടാക്കാത്തത് മാർക്കറ്റിൽ. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും ഒരു പോസിറ്റീവിലാണ് നിൽക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റും എല്ലാം തന്നെ ഇപ്പോൾ പോസിറ്റീവിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഗോൾഡിൻ്റെ പ്രൈസിലൊരു ഡൗൺ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് നല്ല പോസിറ്റീവിൽ വരുന്നു. അത് ലോക്ക്ഡൗൺ റിലാക്സേഷനൊക്കെ വരുന്നത് അതുപോലെ തന്നെ സൗദിയിൽ നിന്ന് വന്ന ന്യൂസൊക്കെ ക്രൂഡ് ഓയിലിനൊരു പോസിറ്റീവായിട്ട് വരികയാണ് ഉണ്ടായത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഇന്ന് FIIൻ്റെ ഭാഗത്തു നിന്ന് ഒരു നെറ്റ് പർച്ചേസാണ് ഉണ്ടായത്. ഇന്നലെയും ഒരു നെറ്റ് പർച്ചേസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ അത് ഹിന്ദുസ്ഥാൻ യൂണിലിവറിലേക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നതെന്നാണ് ഡാറ്റകളൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിനായിരിക്കും സാധ്യതകൾ കൂടുതലും. പിന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഇന്നൊരു നെറ്റ് വിത്ഡ്രോവലാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് ക്യാഷ് മാർക്കറ്റിൽ 1500 കോടിയുടെ. അതുപോലെ തന്നെ ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് റുപ്പിക്ക് ഇന്നൊരു 21 പൈസ ഉയർന്നിട്ടുണ്ട് രൂപയുടെ മൂല്യം. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇത് US അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഡാറ്റയാണ്. അപ്പോൾ അത് ഈ ഒരു കഴിഞ്ഞൊരു മാസം കൊണ്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം 14.7% റേറ്റാണ് ആ ഒരു വർധനവാണ് ഈ ഏപ്രിൽ മാസത്തിൽ മാത്രം ഉണ്ടായത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്. അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 11 വർഷം ഉണ്ടായ അച്ചീവ്മെൻ്റ് എല്ലാം അതായത് ജോബ് ഗ്രോത്തിലുണ്ടായ അച്ചീവ്മെൻ്റ് എല്ലാം ഈ ഒരു ഏപ്രിൽ മാസം കൊണ്ട് മാത്രം അത് ഇല്ലാണ്ടായി എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. അപ്പോൾ അനലിസ്റ്റൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 14.7 എന്നുള്ളത് ഈ ഒരു മാസത്തിൽ ഒരു 16% പോകാനുള്ള സാധ്യതകളുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ ആ ഒരു എക്കോണമിയൊക്കെ ഒന്ന് അതായത് ആ റീഓപ്പണൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിലൊരു കുറവ് വരാൻ സാധ്യതകളുണ്ട്.
അടുത്തത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ GDP ഗ്രോത്ത് അത് ഗോൾഡ്മാൻ സാഷ് അത് വീണ്ടും ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുകയാണ്, റിവൈസ് ചെയ്തിരിക്കുകയാണ്. അത് -0.4%ലേക്കാണ് അവർ ഫിനാൻഷ്യൽ ഇയർ 2021 GDP ഗ്രോത്ത് റേറ്റ് അവർ നിശ്ചയിച്ചിരിക്കുന്നത്, ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് 2022 ആകുമ്പോഴത്തേക്കും ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു കൊറോണ ഇമ്പാക്റ്റും എക്കോണമിയിലുണ്ടായ ഒരു സ്ലോ ഡൗൺ എല്ലാം കാരണം ആണ് ഇവർ ഇങ്ങനെയൊരു GDPയിൽ ഒരു റിവൈസ്ഡ് റേറ്റിംഗ് കൊണ്ടുവന്നിരിക്കുന്നത്. അവർ മാത്രമല്ല, മൂഡീസും അതേപോലെ തന്നെ അവരും ഇന്ത്യയുടെ എക്കോണമി ഗ്രോത്തിനെ 0യിലേക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതൊരു ഫ്ലാറ്റ് ആയിരിക്കും ഈ പ്രാവശ്യത്തെ GDP ഗ്രോത്ത് റേറ്റ് എന്നാണ് അവർ പറയുന്നത്. അതും ഈ ഒരു കൊറോണയുടെ ഇഷ്യൂവും ഇതുപോലെ തന്നെ എക്കോണമി അതേപോലെ തന്നെ ജോബ് ലോസ് ഇതെല്ലാമൊക്കെയാണ് ഈ ഒരു റിവൈസ്ഡ് റേറ്റിങ്ങിനുള്ള കാരണവും. ഇനി അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ ഇത് നമുക്കിങ്ങനെ ഓരോ മാസത്തിനും ഓരോ സ്ലോഗൻ ഉണ്ട്. ഇപ്പോൾ മെയ് മാസത്തിലേക്ക് വരുവാണെങ്കിൽ പ്രധാനം പറയുന്നത് സെൽ ഇൻ മെയ് ആൻഡ് ഗോ എവേ. അതേപോലെ തന്നെ ഓരോ മാസത്തിനും ഓരോ സ്ലോഗൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഓരോ സ്ലോഗൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡാറ്റ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് തീർച്ചയായും ഒരു കമൻറ്റ് വഴിയായിട്ട് പോസ്റ്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്നും ആക്കാനായിട്ട്. ഇത് പ്രധാനമായിട്ടും ഈ ഒരു കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ ഡാറ്റകൾ ഇവർ ബാക്ക് ട്രാക്ക് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഓരോ മാസത്തിനും ഓരോ സ്ലോഗൻ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ ഇതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ മെയ് ടു ഒക്ടോബർ ആ ഒരു സമയം എന്ന് പറയുന്നത് ഏണിങ്സിൻ്റെ അതേപോലെ തന്നെ ആനുവൽ റിപ്പോർട്ടൊക്കെ സീസൺ ആയതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് കൂടുതലും മാർക്കറ്റ് സെല്ലിങ്ങിനാണ് സാധ്യത കൂടുതൽ എന്നുള്ള ഒരു ഡാറ്റ അതിനൊരു ബാക്ക് ട്രാക്ക് ചെയ്തിട്ടാണ് അവർ സെൽ ഇൻ മെയ് ആൻഡ് ഗോ എവേ എന്നുള്ളൊരു സ്ലോഗൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് നോക്കുവാണെങ്കിൽ US മാർക്കറ്റിൽ ഇത് കൂടുതലും ആപ്ലിക്കബിൾ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നോക്കുവാണെങ്കിൽ 22 വർഷത്തിനുള്ളിൽ 9 പ്രാവശ്യം മാത്രമേ അത് കറക്റ്റായിട്ട് വർക്കായിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ അനലിസ്റ്റൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞ കേസുകളെല്ലാം ഡിഫറെൻ്റ് ആണ്. കാരണം ഇപ്പോൾ ഈ ഒരു മെയ് മാസം നോക്കുവാണെങ്കിൽ എല്ലായിടത്തും വീക്ക് ഏർണിങ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല സിറ്റുവേഷൻ വേഴ്സ് ആയതുകൊണ്ട് കൊറോണ ഇഷ്യൂകൾ നിൽക്കുന്നത് കൊണ്ട് ഇതൊരു ആപ്ലിക്കബിൾ ആകാനുള്ള സാധ്യതകളുണ്ട്. അതുമാത്രമല്ല 2008 ആ ഒരു റിസഷൻ്റെ സമയത്ത് നോക്കുവാണെങ്കിലും ആ ഒരു സമയത്തും ഈ ഒരു ഇത് വർക്കൗട്ടായി എന്നുള്ള രീതിയിലാണ് അനലിസ്റ്റ് എല്ലാം പറയുന്നത്. അത് നോക്കുകയാണെങ്കിൽ മെയ് ടു ഒക്ടോബർ സീസണിൽ ആ ഒരു 2008 റിസഷൻ്റെ സമയത്ത് ഏകദേശം 43% ഫോളാണ് ആ ഒരു സീസണിൽ ഉണ്ടായത് സ്റ്റോക്ക് മാർക്കറ്റിൽ. പക്ഷേ നവംബർ ടു ഏപ്രിൽ സീസൺ നോക്കുവാണെങ്കിൽ 16.5% റൈസ് ഉണ്ടായി എന്നുള്ളൊരു അനാലിസിസിലാണ് അവർ ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കേസ് ഈ ഒരു സമയത്തും ആപ്ലിക്കബിൾ ആകാൻ സാധ്യതകളുണ്ടെന്നാണ് ഈ എക്കണോമിക് ടൈംസിൽ വന്ന റിപ്പോർട്ടിൽ പറയുന്നത്. പിന്നെ അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു അനൗൺസ്മെൻറ്റ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഫിനാൻഷ്യൽ ഇയർ 2021 ബജറ്റ് എസ്റ്റിമേറ്റ് പ്രകാരം ഈ ഒരു വർഷം അവർ ഗ്രോസ് ബോറോവിംഗ് ആയിട്ട് ഫിക്സ് ചെയ്തിരുന്നത് 7.8 lakh crores ആയിരുന്നു. അപ്പോൾ ഈ ഒരു കൊറോണയുടെ ഇഷ്യൂ എല്ലാം വന്നതുകൊണ്ടും അതുപോലെ തന്നെ ആ ഒരു സ്ലോനെസ് എല്ലാം വന്നതുകൊണ്ട് അത് ആ ഒരു റീഎസ്റ്റിമേറ്റ് ചെയ്ത് 12 ലക്ഷം കോടിയിലേക്ക് അത് അവർ റിവൈസ് ചെയ്തിട്ടുണ്ട് ടാർഗറ്റ്. അപ്പം ഇത് ഇപ്പോൾ ആ ഒരു മാർക്കറ്റിലുണ്ടായ ഷോർട്ടേജും അതുപോലെ തന്നെ ഈ ഒരു കൊറോണനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു എല്ലാ മാർഗത്തിനൊക്കെ ആയിട്ടാണ് ഈ ഒരു മണി യൂസ് ചെയ്യുക എന്നാണ് വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഇനി അടുത്തായിട്ട് ഇന്നത്തെ സ്റ്റോക്ക് അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നല്ലൊരു പോസിറ്റീവ് പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് വീണ്ടും ഒരു ഇൻവെസ്റ്റേഴ്സിനെ കിട്ടിയിരിക്കുകയാണ് ജിയോ പ്ലാറ്റ്ഫോമിലേക്ക്. വിസ്ത ഇക്വിറ്റി പാർട്ട്നേഴ്സ് അവർ ഏകദേശം 2.32% സ്റ്റേക്ക് അവർ ജിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നു. അപ്പോൾ 3 ആഴ്ചയ്ക്കുള്ളിൽ നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ഇൻവെസ്റ്ററെയാണ് അവർക്ക് വന്നിരിക്കുന്നത്. അപ്പം അത് അവർക്ക് നല്ലൊരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു. അവരുടെ ആ ഒരു സീറോ ഡെപ്റ്റ് സ്റ്റോക്കിലേക്ക് കമ്പനിയിലേക്ക് മാറുക എന്നുള്ളൊരു പ്ലാനിലേക്ക് അതിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റർ കിട്ടിയിരിക്കുന്നത്. അത് അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പോസിറ്റീവ് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സ് നോക്കുകയാണെങ്കിൽ അവർ കഴിഞ്ഞ ദിവസം ഒരു NCD 1000 കോടിയുടെ NCD ഇഷ്യൂ ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് അവർ വിത്ഡ്രോൺ ചെയ്തിരിക്കുകയാണ്. കാരണം മാർക്കറ്റിൽ നിന്ന് കൂടുതൽ എക്സ്പെക്ടേഷൻ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് വരുന്നിടത്ത് കൂടുതൽ എക്സ്പെക്ടേഷൻ ഉണ്ടാവും എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് അവർ വിത്ഡ്രോ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഏഷ്യർ മോട്ടോഴ്സ് നോക്കുകയാണെങ്കിൽ അവർക്ക് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെൻറ്റിന് ഒരു അപ്രൂവൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പെർമിഷനൊക്കെ കിട്ടി. അത് അവരുടെ ആ മാനുഫാക്ചറിങ് ഓപ്പറേഷൻ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അത് അവർക്കൊരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു. പിന്നെ SBI കാർഡ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏണിങ്സ് റിലീസായിരുന്നു ഇന്ന്. അപ്പോൾ അത് നോക്കുവാണെങ്കിൽ Q4 നോക്കുവാണെങ്കിൽ 66% ഫോളാണ് പ്രോഫിറ്റിലുണ്ടായിരിക്കുന്നത്. അതായത് 84 കോടിയാണ് അവർ പ്രോഫിറ്റായിട്ട് ഇപ്രാവശ്യം ഈ ഒരു Q4 ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇയർ ഓൺ ഇയർ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ വർഷവും ഈ വർഷത്തെയും റവന്യൂ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 21% വർധനമുണ്ടായി എന്ന് അവർ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അപ്പം പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലോക്ക്ഡൗണിൻ്റെ ഇമ്പാക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർഡ് ട്രാൻസാക്ഷനൊന്നും അധികം നടന്നിട്ടില്ല. അത് തന്നെയാണ് മെയിൻ റീസൺ ആയിട്ട് വന്നിരിക്കുന്നത് ഇവർക്കും.
പിന്നെ അത് മാത്രമല്ല അവർ ഇൻറ്ററിം ഡിവിഡൻ്റായിട്ട് ₹1 പെർ ഷെയർ അവർ ഡിക്ലെയർ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കൊന്ന് വാച്ച് ചെയ്യുക. മാർക്കറ്റൊക്കെ തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു തിരിച്ചുവരവിന് സാധ്യതയുള്ള സ്റ്റോക്കാണിത്. അപ്പം കുറച്ചായിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ സ്റ്റോക്കിനെക്കുറിച്ച് ആലോചിക്കുക. ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് ഈ സ്റ്റോക്ക് ഒന്ന് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ലോറസ് ലാബിൽ നോക്കുവാണെങ്കിൽ ഒരു ലാർജ് ട്രേഡ് നടന്നിട്ടുണ്ട്. ഏകദേശം 12.7% ഇക്വിറ്റി അത് അവിടെ ഒരു ലാർജ് ട്രേഡ് നടന്നിട്ടുണ്ട് BSEയിൽ. അപ്പോൾ അതേ തുടർന്ന് നോക്കുവാണെങ്കിൽ സ്റ്റോക്ക് ഡൗണിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ അത് നോക്കുവാണെങ്കിൽ നല്ലൊരു പോസിറ്റീവ് ന്യൂസ് ഉള്ള ഒരു ട്രേഡ് അല്ല എന്നാണ് ഇത് മനസ്സിലാക്കാവുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് ട്രാക്ക് ചെയ്യുക ഈ സ്റ്റോക്കുകൾ കൈവച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ. പിന്നെ അടുത്തതായിട്ട് മണപ്പുറം ഫിനാൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ 100 കോടിയുടെ ഒരു NCD ഇഷ്യൂ ചെയ്യാനായിട്ട് ആലോചിക്കുന്നുണ്ട് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ബേസിസിൽ. പിന്നെ അടുത്തായിട്ട് RBL ബാങ്കിൽ അവരും ഏർണിങ്സ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ നോക്കുകയാണെങ്കിൽ 54% ഡൗൺ ആണ് നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അവർ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ നോക്കുകയാണെങ്കിൽ 38% വർധനം ഉണ്ടായിട്ടുണ്ട് ഇയർ ഓൺ ഇയറിൽ എന്ന് അവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോസ് NPA നോക്കുകയാണെങ്കിൽ 3.33% നിന്ന് 3.62% ആയിട്ട് ഉയർന്നിട്ടുണ്ട് NPA. അപ്പോൾ അതൊക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു റിസൾട്ടിനെ തുടർന്ന് ഈ സ്റ്റോക്ക് ഇന്ന് ഡൗണിലേക്ക് പോയായിരുന്നു. ഇനി HUL ഹിന്ദുസ്ഥാൻ യൂണിലിവറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൊസൈറ്റി ജനറൽ അവർ 1.29% ഷെയർസ് ക്രോർ ഷെയർസ് അവർ ഈ ഒരു HUL വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് തുടർന്ന് ആ ഒരു സ്റ്റോക്കിന് ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് മാറിയായിരുന്നു അത്. അപ്പോൾ അതേ തുടർന്ന് ആ സ്റ്റോക്കിൽ നിന്ന് അപ്പാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇന്ന് നിഫ്റ്റീനെ പിടിച്ചു നിർത്തിയ റിലയൻസ്, അതേപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട സ്റ്റോക്കാണ് ഇന്ന് നിഫ്റ്റീനെ പിടിച്ചു നിർത്തിയ പ്രധാന സ്റ്റോക്കാണ് HUL. പിന്നെ ഇനി ഇന്ന് ഗ്ലോബൽ ലെവലിൽ നോക്കുവാണെങ്കിൽ ഓസ്ട്രേലിയ 3 ഫേസിൽ എക്കോണമീനെ റീഓപ്പൺ ചെയ്യാനായിട്ട് ബൈ ജൂലൈക്കുള്ളിൽ 3 ഫേസുകളായിട്ട് എക്കോണമീനെ റീഓപ്പൺ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. പിന്നെ അതേപോലെ തന്നെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ കൂടുതൽ കൊറോണ കേസുകൾ റിപ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയാണ് വേസ്റ്റ് എഫക്റ്റഡ്. അതുമാത്രമല്ല അതിനകത്ത് ബോംബെ ആണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. അതുമാത്രമല്ല ഇന്ന് ഒരു ന്യൂസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെബിയിൽ ഉള്ള ഒരു എംപ്ലോയിക്ക് ഒരു കൊറോണ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതേ തുടർന്ന് അവരെയും അയാളുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എംപ്ലോയീസിനെ എല്ലാം ക്വാറന്റൈനിലേക്ക് വിട്ടിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു മാർക്കറ്റ് മുകളിലേക്ക് പോകാതെ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനൊക്കെ വറി ചെയ്തിരിക്കുന്ന പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു കൊറോണയുടെ ഇഷ്യൂ റൈസിലാണ്. ഇപ്പോൾ 56,000 ഇപ്പോൾ നിൽക്കുന്നത് കൊറോണ കേസസ്. അപ്പോൾ അത് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തൊരു വറി ഉണ്ടാക്കുന്നു എന്താവും എന്നുള്ളത്. അതുമാത്രമല്ല ഇപ്പോഴത്തെ ഏർണിങ്സ് റിലീസുകളെല്ലാം തന്നെ എല്ലാം തന്നെ കുറച്ച് കമ്പനികൾ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ വീക്കായിട്ടുള്ള ഏർണിങ്സ് ഡാറ്റയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇപ്പോഴും ഒരു അപ്പ് ട്രെൻഡിനുള്ളൊരു സൂചനകൾ തരുന്നില്ല. ഈ ഒരു മാസവും ഇപ്പോഴത്തെ ഓപ്ഷൻ ഡാറ്റയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും ഈ മന്ത്ലി എക്സ്പയറിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ആ ഒരു പുട്ട് ഓപ്ഷനിലാണ് കൂടുതൽ വോളിയം നിൽക്കുന്നത്. അതും 9,000, 8,500 ആ ഒരു റേഞ്ചിലാണ് കൂടുതൽ പുട്ട് ഓപ്ഷൻസ് നിൽക്കുന്നതും. അപ്പം ഇങ്ങനത്തെ ഒരു ഇതൊക്കെ നിൽക്കുന്നതുകൊണ്ട് മാർക്കറ്റിലൊന്ന് കോഷ്യസ് ആയിട്ട് ഇരിക്കുക. ഇപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചത്തെ മാർക്കറ്റ് എങ്ങനെയാണെന്നൊന്ന് വാച്ച് ചെയ്യുക. കാരണം ഇപ്പോൾ ഒരു ബിയറിഷ് ക്യാൻഡിലൊക്കെ ഈ ഒരു വീക്ക്ലി ചാർട്ടിലും അതുപോലെ ഡെയിലി ചാർട്ടിലും പ്ലോട്ട് ആയിരിക്കുന്നത് കൊണ്ട് ആ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കെയർഫുള്ളായിട്ടിരിക്കുക. അതുപോലെ തന്നെ ട്രേഡേഴ്സും ഒന്ന് അന്നത്തെ മാർക്കറ്റിനൊക്കെ നന്നായിട്ട് വാച്ച് ചെയ്തിട്ട് ഒരു കോഷ്യസ് ആയിട്ടുള്ളൊരു എൻട്രി എടുക്കുക. വലിയ ഒരുപാട് വോളിയത്തിലുള്ളൊരു അല്ലെങ്കിൽ എക്സ്പോഷറൊക്കെ കൊടുത്തിട്ടുള്ള എൻട്രി ഒക്കെ എടുക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് വഴിയായിട്ട് പോസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. കൂടുതൽ വീഡിയോകളായിട്ട് നമുക്ക് കാണാം. അതുവരെ ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്.